ഓൾമോസ്റ്റ് എത്രയായി 72,000 ഫ്രീ സർവീസ് അവരുടെ അടുത്ത് നിന്ന് എടുത്തിട്ടോ ചെയ്യുന്ന സംഭവമല്ല. ഐ വാസ് ഹാൻഡ്ലിങ് എവറിഥിങ്. കാരണം പേളി മാണി അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, ഐ വാസ് ലൈക്ക് അയ്യോ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. 1,20,000 ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദനയും ടെൻഷൻ ലാസ്റ്റ് ഡേയ്സിലേക്കാണ്. 18,000 പറഞ്ഞ സാധനം ഞാൻ 5,000 ചെയ്തു. ഇതിനൊരു 3,500 സംതിങ് ആണ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബീയിങ് ലു. സോ ഈ ഒരു വീഡിയോ ഞാൻ കുറേ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വെഡിങ് സർവീസിനെ പറ്റിയിട്ടുള്ള റിവ്യൂ വീഡിയോ ചെയ്യണം. സോ ഇപ്പോഴാണ് എനിക്ക് അതിന് ടൈം കിട്ടിയത്. നിങ്ങൾ എൻ്റെ വെഡിങ് വ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കുട്ടൻസ് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതാ, ഇത്രയും ക്വസ്റ്റ്യൻസ് സിൻസ് മൈ വെഡിങ് ഡേ എനിക്ക് വരുന്ന DMs ആണ് ഇതൊക്കെ. അപ്പം ഇതിന് ഞാൻ ആൻസറബിൾ ആണ്. അപ്പം നിങ്ങളിപ്പോൾ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പോസ്റ്റിന് താഴെ ഒരു പേജിന് ക്രെഡിറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ പോയിട്ട് അവരെ ഏൽപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് എത്രത്തോളം എല്ലാ സർവീസും അടിപൊളിയായിട്ട് തോന്നി, ഏതൊക്കെ സർവീസിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. കാരണം ഇതൊന്നും ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രീ സർവീസ് അവരുടെ അടുത്ത് നിന്ന് എടുത്തിട്ടോ ചെയ്യുന്ന സംഭവമല്ല. ഞാൻ നന്നായിട്ട് തന്നെ പൈസ കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള സർവീസുകളാണ് എല്ലാം ഞാനിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും. സോ ഐ എം ഫ്രീ ടു എക്സ്പ്രസ് മൈ ഒപ്പീനിയൻസ് അല്ലേ. പിന്നെ ചത്തക്കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ ഐ ഡു കെയർ. കാരണം ഞാൻ പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എത്രത്തോളം നല്ലതാണെന്ന് പറയാനുള്ളൊരു അവകാശം എനിക്കില്ലേ, ഉണ്ട്. സോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് മെഹന്തി ഡേ തന്നെ തുടങ്ങാം. അപ്പോൾ മെഹന്തി ഡേയിൽ നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് മെഹന്തി, ബ്രൈഡൽ മെഹന്തി പാക്കേജ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആരാണ് ബ്രൈഡൽ മെഹന്തി ചെയ്തത്, എത്രയായി, പിന്നെ മെഹന്തി ഡേ ഔട്ട്ഫിറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്നാണ് എടുത്തത്, മെഹന്തിൻ്റെ ഇവൻ്റ് ആരാ ചെയ്തത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ മെഹന്തിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഷോപ്പിങ്ങിന് പോവുക കോഴിക്കോടായിരിക്കും. പക്ഷേ നമ്മൾ എല്ലാ സാധനങ്ങളും കോഴിക്കോട് തപ്പിയെങ്കിലും നമുക്ക് കോഴിക്കോട് ഒന്നും നല്ലതായിട്ട് ഫീൽ ചെയ്തില്ല. മെയിനായിട്ട് ഷോപ്പികയിൽ പോയി, സിൽക്കിയിൽ പോയി, ഒരുപാട് സ്ഥലത്ത് പോയിട്ടും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം എനിക്ക് മഞ്ചേരി വർക്ക് ഉണ്ടായി, അതായത് ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു മേക്കപ്പിൻ്റെ. അപ്പോൾ അവിടുന്ന് പോയി വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ കൂടെ നമുക്കത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് പോവാം, കോഴിക്കോട് ഷോപ്പിങ്ങിന് പോവാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഫിനു ഉണ്ടായിരുന്നു, ഉമ്മി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരു വണ്ടിയിലുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ മഞ്ചേരിയിൽ ഈ ഒരു ഷോപ്പ് കാണുന്നത്. ഷോപ്പ് കണ്ട സമയത്ത് ഞാൻ അപ്പം തന്നെ പറഞ്ഞു പപ്പ സ്റ്റോപ്പ്. കാരണം ഡിസ്പ്ലേയിൽ ഓൾറെഡി നല്ല നല്ല പീസസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തോ അവിടെ ഒരു സ്പാർക്ക് വന്നു. അപ്പം നമ്മൾ പറഞ്ഞു എന്തായാലും നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം, എന്തായാലും ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല, അപ്പം വെറുതെയെങ്കിലും നമുക്കൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി. അപ്പം ഷോപ്പ് വന്നിട്ട് മഞ്ചേരി സീ ബ്രൈഡലാണ്. സീ ബ്രൈഡൽ അവർക്ക് എനിക്ക് തോന്നുന്നു കോഴിക്കോട് കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കോയൻകോയിലുള്ളത് അവരുടെ ബ്രാഞ്ച് തന്നെയാണ്. അവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ കയറി നോക്കിയ സമയത്ത് ഞാൻ എടുക്കണം എന്നൊന്നും വിചാരിച്ച് കയറിയതല്ല, എന്താണ് പാട് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ മെഹന്തി ഔട്ട്ഫിറ്റ് എടുത്തു, പിന്നെ ഉമ്മയ്ക്ക് വെഡ്ഡിങ്ങിൻ്റെതും നിക്കാഹിൻ്റെയും ഡ്രസ്സ് നമ്മൾ അവിടെ നിന്നാണ് എടുത്തത്, ഫിനുവിനുള്ള മെഹന്തി ഡ്രസ്സ് അവിടെ നിന്നാണ് എടുത്തത്. ഒരു 5-6 ഡ്രസ്സ് നമ്മൾ സീ ബ്രൈഡിൽ നിന്നാണ് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി. എനിക്ക് തോന്നുന്നു നമുക്ക് ഞാൻ ഒരു ഡ്രസ്സ് എടുത്തതിന് ഷോൾ ഉണ്ടായിരുന്നില്ല, അത് അവർ തന്നെ അവിടെ നിന്ന് ചെയ്തു തന്നു. സോ ഇറ്റ് വാസ് വെരി ഗുഡ് സർവീസ്. സീ ബ്രൈഡൽ നല്ല ഷോപ്പാണ്. മഞ്ചേരി ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ. സോ മെഹന്തി ഡേ ഔട്ട്ഫിറ്റിന് എത്ര പ്രൈസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയർലി 5,000 അടുത്താണ് എനിക്ക് ആ ഒരു ഷറാരയ്ക്ക് ആയത്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസിന് ആ ഒരു ഡ്രസ്സ് ഭയങ്കര വർത്ത് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. സോ ദാറ്റ് വാസ് ദ എമൗണ്ട് ഓഫ് മൈ ഡ്രസ്, മെഹന്തി ഡ്രസ്സിന്റെ. ഇനി ഞാൻ എൻ്റെ ബ്രൈഡൽ മെഹന്തിനെ പറ്റി പറയാം. ഞാൻ കല്യാണത്തിന്റെ ഡേറ്റ് ഉറച്ച അപ്പം തന്നെ ഐ വാസ് സെർച്ചിങ് ഫോർ എ ഗുഡ് മെഹന്തി ആർട്ടിസ്റ്റ്. ഞാൻ സിനമൻ സ്ട്രോക്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടി ഉണ്ടല്ലോ ഫിദ, അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഡേറ്റ് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ആകെ അവൈലബിൾ ആയിരുന്നുള്ളത് ഷബ്നം മെഹന്തി കൊച്ചി. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അവരുടെ വർക്കും എനിക്കിഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ അവർ സെലിബ്രിറ്റി മെഹന്തി ആർട്ടിസ്റ്റും കൂടി ആയിരുന്നു. കാരണം പേളി മാണി അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് അവർ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഞാൻ അവരെ ബുക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ബ്രൈഡൽ ഹെന്ന 8,000, പിന്നെ അവരുടെ ട്രാവൽ ചാർജസ് എല്ലാം കൂടെ 3,000, മൊത്തത്തിൽ 11,000 ആണ് എനിക്ക് ബ്രൈഡൽ ഹെന്നയ്ക്ക് ആയത് കേട്ടോ. അതായത് കൈയിൻ്റെ 2 സൈഡും കാലും കൂടിയാണ് നമുക്ക് ഈ ഒരു 11,000 ഇൻക്ലൂഡിങ് ട്രാവൽ എക്സ്പെൻസ് അവരുടേതായത്. പിന്നെ പാർട്ടി ഹെന്നയ്ക്ക് ഞാൻ ഒരാളെ തപ്പുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ പകുതി കൊളാബായിരുന്നു, പക്ഷെ അവർ വന്ന് അവരുടെ മെനക്കെടൊക്കെ കണ്ടിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും പേർക്ക് അവർ അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ഹെന്ന ബൈ ഷാന എന്നാണ് പേജിൻ്റെ പേര്. പ്ലസ് ഞാനൊരു കൊളാബ് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പാക്കേജ് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 350, 700 വരെ പാർട്ടി ഹെന്ന മാത്രം കേട്ടോ. അതിൻ്റെ പാർട്ടി ഹെന്ന പാക്കേജാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ബ്രൈഡൽ ഹെന്ന പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ അവരുടെ പേജിന് DM ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അവരും ബ്രൈഡൽ ഹെന്ന ചെയ്യുന്ന കുട്ടി തന്നെയാണ് കേട്ടോ. ഇവൻറ്റും കൂടെ പറയാനുണ്ട്. ഞാൻ ആക്ച്വലി മെഹന്തി ഡേക്ക് റിഫറൻസ് കൊടുത്തത് ഈ ഒരു ഇമേജ് ആയിരുന്നു. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ എനിക്ക് അതേപോലെ തോന്നിയില്ല. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് എൻ്റെ കോൺസെപ്റ്റിലേക്ക് അത്രത്തോളം വന്നില്ല. പിന്നെ എൻ്റെ ഇവൻറ്റ്സ് എല്ലാം ചെയ്തത് ബി വെഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജായിരുന്നു. അത് മെഹന്തിൻ്റെ അത് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷെ അതിനു വേണ്ടി നിക്കാഹും റിസപ്ഷനും അവർ തന്നെയാണ് ചെയ്തത്. അത് അടിപൊളിയാക്കി. അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, വെഡിങ് വ്ളോഗിലും. പക്ഷെ മെഹന്തിൻ്റെ ഡെക്കോർ വാസ് നോട്ട് ദാറ്റ് മച്ച് സാറ്റിസ്ഫൈഡ്. ഞാൻ റെഫറൻസ് കൊടുത്തതിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ സ്പേസിൻ്റെ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹാളിലായിരുന്നു നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹാളിൽ നമ്മൾ സോഫയും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നമ്മൾ ആ ഒരു ഹാൾ മൊത്തത്തിൽ ഇവൻറ്റിന് കൊടുത്തിട്ടും നമുക്ക് എന്തോ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഡ്രസ്സിൻ്റെതായിരിക്കും. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ മേക്കപ്പിൻ്റെ കാര്യം പറയാം. അപ്പം എനിക്ക് 2 days ഫംഗ്ഷന് ഫസ്റ്റ് നിക്കാഹ് ഡേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിബ ഫാറൂഖാണ്, സ്റ്റൈൽഡ് ബൈ ഹിബ. ഇപ്പോൾ ഹിബ ഫാറൂഖ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഹിബ ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. ഹെർ റീൽസ് ആൻഡ് എവറിഥിങ് വാസ് സോ ഇംപ്രസീവ്, ലൈക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും സെമയും കൂടെ പോയിട്ട് ഹിബനെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് ടു മച്ച് എക്സ്പെക്ടിങ് ദാറ്റ് ഐ ലുക്ക് സോ ഗുഡ് ഓൺ മൈ ബിഗ് ഡേ. അങ്ങനെയൊക്കെ ഇരുന്ന് ഹിബ കെയിം എന്ന് വന്നു. ആൻഡ് ഓൾസോ ഞാൻ അവരുടെ പാക്കേജിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എയർ ബ്രഷ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ തൊട്ട് താഴെയുള്ള പാക്കേജാണ്, ഐ തിങ്ക് സിഗ്നേച്ചർ പാക്കേജ് എന്തോ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ആൻഡ് നിക്കാഹ് വാസ് ആക്ച്വലി ചെറിയൊരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ കൂടെ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. കാരണം കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. സോ അതുകൊണ്ട് തന്നെ ഐ വാസ് വെരി മച്ച് കൺസേൺഡ് മേക്കപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ഞാൻ മുന്നേ കുറേ മോഡലിംഗ് ഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഐ വാസ് വെരി ഷുവർ ലൈക്ക് എനിക്ക് ഹെവി മേക്കപ്പ് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ബിഗ് ഡേ അല്ലേ, നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ സട്ടിലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു ആളെയാണ് നോക്കി ചൂസ് ചെയ്തത്. സോ ഐ തോട്ട് ഹിബാസ് ലൈക്ക് മേക്കപ്പ് സ്റ്റൈൽ വാസ് വെരി സട്ടിൽ ആൻഡ് ലൈക്ക് ദാറ്റ്. പിന്നെ ഓൾസോ ഞാനും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ. എൻ്റെ മേജർ കൺസേൺ വാസ് എൻ്റെ സ്കിൻ ടോണിനെ മാറരുത് എന്നുള്ളൊരു സംഭവം ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റിലേക്ക് ചെയ്ത് വന്നപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ഹിബ ഇസ് ലൈക്ക് ആള് വിചാരിക്കുന്നതാണ് ആള് ചെയ്യുക. ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഇൻ ടു ബ്രൈഡിൻ്റെ കൺസേൺ എന്താണെന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ലാസ്റ്റ് ഷി വാസ് ലൈക്ക് ലിപ്പൊന്നും നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സിനോട് ചേരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഷി വാസ് ആസ്കിങ് മീ, നീ ഏത് ലിപ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഷി വാസ് എന്നെ സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടിയിട്ട് ഷി വാസ് ലൈക്ക് റെഡി ടു പുട്ട് ദാറ്റ് ലിപ്പ് ഓൾസോ. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. എനിക്ക് പ്ലാൻ മാറി വന്നപ്പോൾ ഐ വാസ് തിങ്കിങ് വാട്ട് ദ ഹെൽ ഷീ ഈസ് ഡൂയിങ്. ലൈക്ക് ഞാൻ സിഗ്നേച്ചറിന് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷീ ഷുഡ് കംപ്ലീറ്റ് മൈ മേക്കപ്പ് വിത്ത് her vanity. And last ഒരു ഷെയ്ഡ് ഇട്ടു. ആൻഡ് ഓൾസോ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷെ ഓൾറെഡി ടൈം കുറവായിരുന്നു. നമുക്ക് പപ്പൊക്കെ വിളിച്ചിട്ട് എന്താ തീരാത്തേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡോറിന് മുട്ടുന്നുണ്ടായിരുന്നു. ഹി വാസ് റഷിങ് എവ്രി വൺ. സോ അങ്ങനെയൊക്കെ ആയപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ഷെയ്ഡ് വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വെൻ ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ ഐ വാസ് ലൈക്ക് അയ്യോ, ഐ വാസ് ടു ഫെയർ. ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ടു ഫെയറിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാൾ വാസ് ലുക്കിംഗ് സോ ഫെയർ. ആൻഡ് അങ്ങനെ ആയപ്പോൾ ഐ വാസ് വെരി നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് മൈ ലുക്ക്.
പിന്നെ എന്ത് ചെയ്യാനാ, ഇനി നമുക്ക് ടൈമും ഇല്ല. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ആയിരുന്നു ഹിബ ഫാറൂഖിൻ്റെത്. ഐ വാസ് വെരി മച്ച് നോട്ട് സാറ്റിസ്ഫൈഡ്. പക്ഷെ എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അന്നേരം ഓക്കെ പറഞ്ഞെങ്കിലും പിന്നെ വീട്ടിൽ നമ്മളിരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞത് എനിക്കത് ചേരുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ഓവറായിട്ട് തന്നെയാണ് തോന്നിയത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ടാട്ടോ എല്ലാവരും എന്നെ മൊത്തമൊക്കെ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ ആവുമല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ആ ഒരു ടെൻഷനൊക്കെ തലയിൽ വെച്ച് വരുമ്പോഴാണ് നമ്മൾ കാറിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ബൊക്കെ പറന്നു പോണതും അങ്ങനെയൊക്കെ പാടായിട്ട്. അന്ന് ഇറ്റ് വാസ് എ വെരി സ്ട്രെസ്ഫുൾ മൈൻഡായിരുന്നു എനിക്ക് നിക്കാഹിന് പോകുന്ന സമയത്ത്. പിന്നെ എൻട്രി ഒക്കെ കഴിഞ്ഞ് സെമി സെഡ് യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ സെറ്റായി. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ റിസപ്ഷന് ചെയ്തിട്ടുണ്ടായത് എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു. അത് എനിക്ക് ചെയ്തിട്ടുണ്ടായത് നോറാസ് മേക്ക് ഓവർ ആണ്. നോറിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഹിബ ചെയ്തതിലുള്ള പാളിച്ചകളും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നോറിൻ്റെ അടുത്ത് പറഞ്ഞു. ആ കുട്ടി ചിലപ്പോൾ ഭയങ്കര കൺസേൺഡ് ആയിട്ടായിരിക്കും എൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. യൂഷ്വലി ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും എനിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻ മൈ പിക്ചേഴ്സ് ഐ വാസ് ലുക്കിംഗ് ഡൾ. ബട്ട് നേരിട്ട് കാണുമ്പം എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നോറയുടെ മേക്കപ്പിലാണ്. കാരണം അതിൽ എനിക്ക് എന്നെ തന്നെ അങ്ങനെ തന്നെ വെച്ച പോലെയാണ്, ഒന്ന് എൻഹാൻസ് ചെയ്തു എൻ്റെ ഫീച്ചേഴ്സിനെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് നൈസ്. പക്ഷെ ഞാൻ പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് റിസപ്ഷൻ ലുക്ക് ഭയങ്കര സിമ്പിളായിപ്പോയി. അതിൽ നോറനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനാണ് ആളെടുത്ത് പറഞ്ഞത് എനിക്ക് സിമ്പിളായിട്ട് മതി, എനിക്ക് ഇന്നലത്തെ പോലെ വേണ്ട. ഞാൻ ആൾക്ക് പിക്ചർ വരെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ലുക്ക്, ഇറ്റ് വാസ് ലൈക്ക് ടൂ മച്ച് വൈറ്റ്, അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നോറ എനിക്ക് അങ്ങനെ മിനിമലായിട്ടാണ് ചെയ്തത്. ആക്ച്വലി ആളുടെ വർക്കൊക്കെ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ചെയ്തു വന്നപ്പം കുറച്ച് സിമ്പിളായിപ്പോയി. അത് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ ആയിപ്പോയതാണ്. സോ ദാറ്റ് വാസ് ഇറ്റ്. എൻ്റെ 2 ലുക്കും ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് മേക്കപ്പിൻ്റെ റേറ്റ്സ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിബ ഫാറൂഖിൻ്റെത് ഓൾമോസ്റ്റ് എനിക്ക് 40,000 സംതിങ്ങും ആൻഡ് നോറയുടെ മേക്കപ്പ് വാസ് ഓൾമോസ്റ്റ് 32,000 അങ്ങനെ എന്തോ ആണ് എനിക്ക് ആയത് 2 ദിവസത്തിനും കൂടെ കേട്ടോ. ഓൾമോസ്റ്റ് എത്രയായി 72,000 ഫോർ മേക്കപ്പ് ഓൺലി എനിക്ക് ആയിട്ടുണ്ട്. ഇനി ഇവൻറ്റിനെ പറ്റി പറയാം. ഇവൻറ്റ് ഞാൻ പറഞ്ഞല്ലോ 3 ഇവൻറ്റും ചെയ്തിട്ടുള്ളത് പ്രീ വെഡിങ്സ് ആണ്. നമ്മൾ മെഹന്തി എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു, അത് നമ്മൾ തന്നെയാണ് ചെയ്തത്. പക്ഷെ നിക്കാഹ് സെമിയുടെ വീട്ടുകാരാണ് ചെയ്തത്. അതിൽ ഫായിസ് എന്ന് പറഞ്ഞ ആളായിട്ടാണ് കേട്ടോ ഞാൻ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ. പക്ഷെ ആളുടെ റിപ്ലൈ കുറച്ച് ഡിലേ ആണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് നമുക്ക് റിപ്ലൈ ചെയ്യുക. ആൻഡ് ഓൾസോ ഹി വാസ് വെരി പേഷ്യൻറ്റ് ടു ഹിയർ ഓൾ മൈ റിക്വയർമെൻറ്റ്സ്. പിന്നെ സെമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡീറ്റെയിലിൽ വരെ ഹി വാസ് വെരി മച്ച് ഇതിങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. സോ കൂടുതലും സെമി ഓരോ തവണ UAE നിന്ന് നാട്ടിലോട്ട് വരും ഓരോ കാര്യങ്ങൾക്ക്, എന്നിട്ട് ആളെ നേരിട്ട് വീട്ടിലോട്ട് വിളിച്ചിരുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുക. അതുകൊണ്ട് തന്നെ നിക്കാഹിൻ്റെ വെന്യൂ ഇസ് വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫായിസ് വന്നിട്ട് സെമീൻ്റെ അടുത്ത് പറയുണ്ടായി, കാരണം ഇതേപോലെയുള്ള ഡെക്കോർ തന്നെ എനിക്ക് എൻ്റെ കല്യാണത്തിനും മതി എന്ന് പറഞ്ഞിട്ട് കുറേ ക്ലയൻസ് അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായി. കാരണം അതൊരു മണ്ഡപം കൈൻഡ് ഓഫ് ഡെക്കോറായിരുന്നു. സെമി ഒരുപാട് തപ്പിയാണ് അങ്ങനെ ഒരു റെഫറൻസ് എടുത്തത് കേട്ടോ. നമ്മുടെ ഡേറ്റ് ഫിക്സ് ചെയ്ത മുതൽ നമ്മൾ ആ ഒരു ഡെക്കോറ് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ആരതി പൊടിയുടെ ഒക്കെ വെഡിങ് ഉണ്ടായി. ആളുടെ ഒരു ഡെക്കോറും ഇങ്ങനൊരു മണ്ഡപം 1 ഡേ ഏതോ ഒരു ഫംഗ്ഷന് ഇങ്ങനെയുള്ള മണ്ഡപം സെറ്റപ്പ് ഒക്കെ തന്നെയായിരുന്നു. അപ്പം ഞാൻ സെമീനെ വിളിച്ച് പറഞ്ഞു, സെമി നമ്മുടെ ഡെക്കോർ ഔട്ടായി. പിന്നെ റിസപ്ഷന് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം റിസപ്ഷൻ്റെ ഡെക്കോർ കംപ്ലീറ്റ്ലി എൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് ഐ വാസ് ഹാൻഡ്ലിങ് എവറിഥിങ്. എന്നാലും ഞാൻ സെമീൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും, ഇത് രസമുണ്ടോ അങ്ങനെ കുറേ റെഫറൻസ് കൊടുത്തു. അങ്ങനെ ഞാനൊരു 3D ഒക്കെ അവരെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ടായി. പിന്നെ അത് ക്യാൻസൽ ചെയ്തു, എന്നിട്ട് ഇതന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ഇവൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് കുറേ ഡിസ്കസ് ചെയ്ത് ഓരോ കളറും ഓരോ ഇതും എന്താ പറയുക, കുറേ ടൈം എടുത്തു അതങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും താങ്ക്സ് ടു ബി വെഡിങ്സ്, അവർ നല്ല സർവീസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ എന്തായാലും ഓപ്റ്റ് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി ടീമിനെ പറ്റി പറയാം. ഫോട്ടോഗ്രാഫി ടീമിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഷദ് ഖ ഇത് കാണുന്നുണ്ടെങ്കിൽ അർഷദ് ഖ വാസ് വെരി വെരി സ്വീറ്റ്. കാരണം എനിക്ക് തോന്നുന്നു ഇവൻറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ പരിപാടി ഒരു ഫ്ലോയിൽ കൊണ്ടുപോയത് അർഷദ് ഖ ആയിരിക്കും. കാരണം മൂപ്പർക്ക് അത് ഫ്ലോയിൽ പോയാലാണ് മൂപ്പർക്ക് ഷോർട്സും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹി വാസ് ഹാൻഡ്ലിങ് ദ ഹോൾ തിങ്.
അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു ഇത് ഫായിസ് ആണോ അല്ലെങ്കിൽ അർഷദ്ക്കാണോ ഇവന്റിന്റെ ആള് എന്നുള്ളത് കൺഫ്യൂഷൻ ആവും. പിന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് 2 കുട്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവന്റിന്റെ സൈഡിൽ നിന്ന് ചെയ്തുതരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ വെള്ളം കൊണ്ടുതരും, ഫുഡ് വേണമെങ്കിൽ ഫുഡ് കൊണ്ടുതരും. അതിന് 2 കുട്ടികൾ 2 ഇവന്റിനും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാം നല്ലൊരു ഫ്ലോയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഹർഷദ്ക്കാണ്. ആളുടെ പേഷ്യൻസ് ലെവൽ ഇസ് വെരി ഹൈ. കാരണം അത്രയും ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ കയറുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് പോകാൻ വേണ്ടിയിട്ട് വീഡിയോക്കുള്ള. അപ്പം അതൊക്കെ കാര്യമായിട്ട് മൂപ്പര് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. പിന്നെ അബൌട്ട് ദ നിക്കാഹ് ഷോർട്സ് എവ്രി വൺ ലൈക്ക് ഇറ്റ്. ഭയങ്കര പിൻട്രസ്റ്റി ആയിരുന്നു, ഭയങ്കര നല്ല പിൻട്രസ്റ്റി ഷോർട്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ നിക്കാഹ് ഷോർട്സ് വാസ് വെരി ഗ്രേറ്റ്. ആൻഡ് ഓൾസോ നമ്മുടെ എന്താ പറയുക റിസപ്ഷൻ്റെ ഷോർട്സും അടിപൊളിയായിരുന്നു. പക്ഷേ വെൻ ഇറ്റ് കെയിം ടു വീഡിയോ, നിക്കാഹിൻ്റെ വീഡിയോ എനിക്ക് പറയാനൊന്നുമില്ല. ബട്ട് കുറേ ക്യാമറാസ് ഉണ്ടായിരുന്നു. അതിൽ ചില ക്യാമറാസും അതുപോലെ തന്നെ വീഡിയോസും കുറച്ച് ഫിൽറ്റർ കൂടിയ പോലെ എനിക്ക് തോന്നി. അതിൽ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ഫാമിൻ്റെത് ഭയങ്കര യെല്ലോ ടോണിലേക്കായിരുന്നു. ആൻഡ് സെമി വാസ് ലുക്കിംഗ് ലിറ്റിൽ ബിറ്റ് ഡൾ ദാറ്റ് ഡേ. നിക്കാഹ് ഡേ 2 ആളും ബ്രൈറ്റ് ആയിരുന്നു. ഇതിന് കുറച്ച് ഡള്ളായിട്ടാണ് ഔട്ട്ഫിറ്റ്സ് വന്നതെന്നൊക്കെയാണ് റീസൺസ് ആയിട്ട് പറഞ്ഞത്. ബട്ട് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ അത്രയും പേയ്മെൻറ്റ് ചെയ്തിട്ട് വി ആർ എക്സ്പെക്ടിങ് എ വെരി ഗുഡ് ഔട്ട്കം. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു ഫ്രം ഹിസ് സൈഡ്. വീഡിയോൻ്റെ ഇത് മാത്രം കേട്ടോ. ഷോർട്സ് വെയർ ലൈക്ക് ഓക്കെ, റിസപ്ഷൻ്റെ ഷോർട്സ് വെയർ ലൈക്ക് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് നിക്കാഹ് ഷോർട്സ് ആൻഡ് നിക്കാഹ് വീഡിയോ വാസ് അടിപൊളി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹൈലൈറ്റ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെഡിങ്ങിൻ്റെയും നിക്കാഹിൻ്റെയും ഹൈലൈറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ആൻഡ് ഹീസ് പേയ്മെൻറ്റും ഐ തിങ്ക് പാക്കേജ് ഉണ്ട്. നമ്മൾ 1 day 60,000-ൻ്റെയാണ് പാക്കേജ് എടുത്തത്. അപ്പോൾ 2 ദിവസം കൂടി 1,20,000 ആയിരുന്നു. അതായത് 1 day നമ്മുടെ സൈഡും 1 day സെമിയുടെ സൈഡുമാണ് പേയ്മെന്റ് ചെയ്തത്. സോ ടോട്ടലി 1,20,000 ആയി നമ്മുടെ ഫോട്ടോഗ്രാഫി മാത്രം. ഇനി നമ്മുടെ സേവ് ദി ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായത് നിയ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജായിരുന്നു. ആ കുട്ടി വൃത്തിക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ആർട്ടിന്റെ ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ നമ്മളത് പിന്നെയും പൈസ കൊടുത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. അതിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2,000 സംതിങ് ആണ് സേവ് ദി ഡേറ്റ് വീഡിയോ ഒക്കെ ആയത്. പിന്നെ വെഡിങ് ഇൻവിറ്റേഷൻ നമുക്ക് കോഴിക്കോട് ഉള്ള ജയറാം കാർഡ്സ് ആണ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ അധികം ഒന്നും കാർഡ് അടുപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും സേവ് ദ ഡേറ്റ് ആണ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായത്. പിന്നെ സെമിക്ക് UAE-ലൊക്കെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി കാർഡ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 50 to 100 കാർഡ്സോ അങ്ങനെ എന്തോ ഒരു കാർഡ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സംതിങ് ഒരു 25 rupees പെർ കാർഡോ അങ്ങനെ എന്തോ ആണ് ആയത്. ഇനി നമ്മുടെ വെന്യൂവിനെ പറ്റി പറയാം. മെഹന്തി ഡേക്ക് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. ഇറ്റ് വാസ് എ വെരി മിനിമൽ ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ. നമ്മുടെ കസിൻസും നമ്മുടെ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരും മാത്രം വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. നിക്കാഹ് നമ്മൾ ഒരു 250-200 ആൾക്കാർക്ക് മേലെ പോകണ്ട എന്നുള്ളൊരു ഒപ്പീനിയൻ. കാരണം നമുക്ക് അത്രേ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വെന്യൂ വന്നിട്ട് നടക്കാവ്, കോഴിക്കോട് നടക്കാവിലുള്ള സ്റ്റേഡിയം ബംഗ്ലാവ് റിസോർട്ട് വെച്ചിട്ടായിരുന്നു. ഞാനും സെമിയും ഇതൊന്ന് പാരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പെട്ട പാട് നമുക്കേ അറിയുള്ളൂ. കാരണം ദേ വെയർ നോട്ട് യൂസ് ടു ഇൻറ്റിമേറ്റ് വെഡിങ്. ഓഡിറ്റോറിയം വെഡിങ്സ് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളവരോട് ഇൻറ്റിമേറ്റ് വെഡിങ് എന്താണ്, ഇങ്ങനൊരു സ്ഥലം അടിപൊളിയാണ്, വി ഷുഡ് ഡു ആൻ ഔട്ട്ഡോർ വെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കൊന്നും അവർ സമ്മതിക്കില്ല. അവർക്കത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അൺടിൽ ദേ സോ നിക്കാഹിൻ്റെ അന്ന് അവർ കണ്ടപ്പോൾ എല്ലാവരും മാഷാല്ലാ അങ്ങനെ ഒരു അഭിപ്രായമായിരുന്നു. നമ്മൾ അവിടെ നിക്കാഹിൻ്റെ അന്ന് അവിടെ എത്തിയ സമയത്ത് ആകെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം പാർക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായി. അപ്പം എല്ലാവരും ഓരോ കാർ എടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ പാർക്കിങ്ങിന് ഓൾറെഡി ഒരു സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് കൂടുതലായിരുന്നു. അങ്ങനെ പാർക്കിങ്ങിൻ്റെത് കുറച്ച് ഇഷ്യൂ വന്നു. ബാക്കി എല്ലാതും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്റ്റേഡിയത്തിൽ വെച്ച ആ ഒരു സ്പേസിൽ ആ ഒരു 200-250 ആൾക്കാരൊക്കെ ഉഷാറായിട്ട് അക്കോമഡേറ്റ് ചെയ്തു. പക്ഷെ കൂടുതലും നിങ്ങൾ ഒരു 250-ൻ്റെ മേലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ് വിൽ ബി ബിക്കമിങ് ടു കൺജസ്റ്റഡ് ഫോർ ദാറ്റ് പ്ലേസ്. പിന്നെ നമുക്ക് മൈൻഡിലുണ്ടായിരുന്നത് നമ്മുടെ തിരൂര് കോയർ റിട്രീറ്റ് ആയിരുന്നു. പക്ഷെ അവിടെ പോയി നോക്കിയപ്പം അത് കുറച്ചും കൂടെ ചെറിയ സ്പേസാണ് സ്റ്റേഡിയം വെച്ച് കമ്പയർ ചെയ്യുമ്പം. അപ്പം നമ്മൾ പിന്നെ സ്റ്റേഡിയം തന്നെ ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ കോട്ടക്കടവുള്ള അവോക്കി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു വെഡിങ് റിസപ്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു 3 floor വരുന്നൊരു കൺവെൻഷൻ സെൻറ്റർ ആണ്. നല്ല അടിപൊളി റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി AC ഒക്കെ ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം ആണ്. ആവശ്യത്തിലേറെ സ്പേഷ്യസ് ആയിരുന്നു. നമുക്ക് മേലെ നിന്നും താഴെ നിന്നൊക്കെ സ്റ്റേജിലേക്ക് വ്യൂ ഉള്ള ഒരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. ഏതായാലും അത് രണ്ടുമാണ് നമ്മുടെ
വെന്യൂ എന്ന് പറയുന്നത്. പിന്നെ നിക്കാനാമ നമ്മൾ ചെയ്തിട്ടുണ്ടായത് റാപ്പിഫൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. പിന്നെയാണ് ഞാൻ അറിയുന്ന ആൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പം നിക്കാനാമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്തതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് അവൾ കറക്റ്റൊക്കെ ചെയ്ത് തന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദനയും ടെൻഷൻ ലാസ്റ്റ് ഡേയ്സിലേക്കാണ് ഞാൻ എൻ്റെ നിക്കാഹ് വെയിലിന് ഓടുന്നത്. ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്നിടത്തൊക്കെ റെഫറൻസ് കാണിച്ചു കൊടുക്കുമ്പോൾ ദേശീയയിലേക്ക് ഒരു നിക്കാഹ് വെയിലിന് അറൗണ്ട് 18,000 19,000 എന്നൊക്കെ പറയണേ. കാരണം കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് വരികയാണെങ്കിൽ ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകുന്നവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ അവസാനം തേടി എൻ്റെ ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തൊരു ബൊട്ടീക്കിലെത്തി. കാലിക്കറ്റ് ഏത് റോട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം ക്രിയേറ്റീവ് എന്നാണ് അവരുടെ പേര്. ബട്ട് ദേ വെർ ലൈക്ക് ടെലിങ് മീ എല്ലാം ചെയ്തു തരാം, ഇന്ന എമൗണ്ടിൽ ചെയ്തു തരാം എല്ലാം പറഞ്ഞ് ഡീലാക്കി. ഞാൻ അവിടെ അഡ്വാൻസും കൊടുത്ത് ഫാബ്രിക്കും സെലക്ട് ചെയ്ത് പോന്നതാണ്. പക്ഷെ ഞാൻ 3 പ്രാവശ്യം അവിടെ പോയിട്ടും സാധനം റെഡി ആയിട്ടില്ല. ഫസ്റ്റത്തെ പ്രാവശ്യം പോയി റെഡി ആയിട്ടാണ് കേട്ടോ പോണത്. പക്ഷെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ വിചാരിച്ച സാധനത്തേക്ക് ഇത് വന്നിട്ടില്ല. ഞാൻ അവരായിട്ട് കച്ചറ ഉണ്ടാക്കും, പിന്നെ അത് ശരിയാക്കി തരും, പിന്നെ അത് റെഡി ആവില്ല, പിന്നെ ഞാനത് സംസാരിച്ചിട്ട് പ്രശ്നമാക്കും, പിന്നെ അത് അവർ റെഡിയാക്കി തരും. അങ്ങനെ ലാസ്റ്റ് കുറേ കച്ചറ ഉണ്ടാക്കിയിട്ടാണ് എനിക്കിതാ ഈ കാണുന്നൊരു കണ്ടീഷനിലേക്ക് എൻ്റെ നിക്കാഹയിൽ എത്തിയത്. കാരണം എൻ്റെ ഡ്രസ്സ് അടിപൊളിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു വെയിൽ കൊളായി കഴിഞ്ഞാൽ ആ മൊത്തം ലുക്കും പോയില്ലേ. പിന്നെ എൻ്റെ ഫസ്റ്റ് ലുക്ക് സെമി കാണുന്നത് ഈ വെയിൽ വെച്ചിട്ടാണ്. ഈ വെയിൽ ഓപ്പൺ ചെയ്യുന്നതും ഇതൊക്കെ ഉണ്ട് നമ്മുടെ എൻട്രിയിൽ സമയത്ത്. അപ്പം അത് കൊളായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊള്ളാവും, അതൊക്കെ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പം നിക്കാഹയിൽ ഒരു തലവേദനയായിരുന്നു. അത് ശരിയാക്കി എടുക്കുന്ന വരെ എനിക്കൊരു തലവേദനയായിരുന്നു. ക്രിയേറ്റീവിൽ എല്ലാ പണി അറിയുമെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അവരെടുത്തത് വെയിൽ ചെയ്ത റെഫറൻസ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ ഫോട്ടോസൊന്നും എടുക്കാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവരെ ഏൽപ്പിച്ചത്. പിന്നെയാണ് അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് വേണ്ട പോലെ തന്നെ അവർ ചെയ്തു വന്നു. എനിക്ക് ഒരു 5,000 റേഞ്ചിലാണ് വന്നിട്ടുള്ളൂ ആ നിക്കാഹ് വെയിൽ കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 18,000 പറഞ്ഞ സാധനം ഞാൻ 5,000 ചെയ്തു. ബട്ട് സ്റ്റിൽ 18,000 ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവും, ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പക്ഷെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് ജെറി വർക്കിലാണ് നമ്മൾ ആ റൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു എമൗണ്ട് എനിക്ക് ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ കേക്ക്സ് റിസപ്ഷൻ്റെതും നിക്കാഹിൻ്റെതും ചെയ്തിട്ടുള്ളത് പിങ്ക് ഷുഗേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിനാണ്. കേക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ കേക്കിന്റെ ഡെക്കോർ ഞാൻ കൊടുത്ത റെഫറൻസിന്റെ അത്ര ക്ലോസ് ആയിട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് സ്റ്റിൽ കേക്ക് വാസ് ടേസ്റ്റ് വൈസ് അടിപൊളി. പിന്നെ എനിക്ക് ഏറ്റവും ഉള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹാരം ഇടുന്നുണ്ടല്ലോ, പൂവിന്റെ ഹാരം. അപ്പൊ എനിക്ക് ഇതൊക്കെ പ്രിസർവ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഞാനത് എന്തായാലും എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ആ ഒരു റഷിൽ എനിക്കത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. പിന്നെ എവിടെയാണെന്നൊന്നും അറിയില്ല. ബട്ട് ദാറ്റ് വാസ് ഒരു നൈസ് തിങ് ടു ഡു, പ്രിസർവ് ചെയ്യാന്നുള്ളത്. ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ നിങ്ങളുടെ ഹാരൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ വെഡിങ് ബൊക്കെ, നോർമലി ഉള്ള ബൊക്കേസിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ബൊക്കെ ആയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. സോ ഞാനത് മുംബൈയിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്. വെഡിങ് ഡേയ്സ് എന്നാണ് പേജിൻ്റെ പേര്. എനിക്ക് ആ ഒരു ഫ്ലവർ ബൊക്കേനെ ചൊല്ലിയിട്ട് അതിൻ്റെ ഡിസ്കഷനായിട്ട് എനിക്കൊരു മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഫ്ലോറിസ്റ്റായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് റെഫറൻസ് വേണ്ടത്, ഇന്നതാണ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കളറ്. അവരത് സംഭവമാക്കി പറഞ്ഞെങ്കിലും ഔട്ട്പുട്ട് വന്നപ്പം എന്താ പറയുക, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള വയലറ്റ് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ മാച്ചിങ് വിത്ത് മൈ ഔട്ട്ഫിറ്റ്. ബട്ട് സംഹൗ ഞാൻ മാനേജ് ചെയ്തു. ആൻഡ് ഐ വാസ് ഹോൾഡിങ് ഇറ്റ്. അങ്ങനെ മാനേജ് ചെയ്തതാണ്. നോട്ട് അപ് ടു ദ മാർക്ക്. എനിക്ക് എക്സ്പെക്ടേഷൻ്റെ അത്ര ഒന്നും വന്നില്ലെങ്കിലും ഇറ്റ് വാസ് നൈസ്. എനിക്ക് അതിനൊരു 300-500 സംതിങ് ആണ് ആ ഒരു വെഡിങ് ബൊക്കേക്ക് മാത്രം എനിക്കായത്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്ന് സൈസ് ചൂസ് ചെയ്യാം, സ്മോൾ, മീഡിയം, ലാർജ്. സ്മോൾ തന്നെ അത്യാവശ്യം നമ്മൾ ക്യാരി ചെയ്യുമ്പം വലുതാണ്. ഇപ്പം മീഡിയം ഒക്കെ ആകുമ്പോൾ ഒരുപാട് വലുതാവും എന്ന് വെച്ചിട്ടാണ് ഞാനത് സ്മോൾ തന്നെ മതി എന്ന് അവരുടെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് കുറേ പറഞ്ഞു മീഡിയം ആണ് കൂടുതൽ ബ്രൈഡ്സും ഓപ്റ്റ് ചെയ്യാറ്, ബെറ്റർ യു ഗോ ഫോർ മീഡിയം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഐ ഓപ്റ്റഡ് ഫോർ സ്മോൾ. അത് നന്നായി ഏതായാലും, കാരണം അതന്നെ എനിക്ക് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ വെഡിങ് ഡേയ്സ് ആണ് വെഡിങ് ബൊക്കെ ചെയ്തത്. പിന്നെ നമ്മുടെ പരിപാടിക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഒക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊരു മ്യൂസിക് ബാൻഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് മ്യൂസിക്കോളിക് ആൻഡ് ടീം. മ്യൂസിക്കോളിക് അറിയുന്നവരുണ്ടാവും. ഹൻഷ എന്നാണ് ആളുടെ പേര്. അടിപൊളി സിംഗറാണ്. ആൻഡ് ഷീ വാസ് ലൈക്ക്
ഡൂയിങ് മാജിക്. കാരണം നമുക്ക് നിക്കാഹിൻ്റെ അന്ന് ഉണ്ടായിരുന്ന ബാൻഡ് വാസ് തല്ലിപ്പൊളി. ഐ ഡോണ്ട് നോ, ലൈക്ക് ഭയങ്കര ബോറായിരുന്നു. മാപ്പിളപ്പാട്ടും സംഗതികളൊന്നും നമ്മുടെ തീമിനായിട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ബട്ട് റിസപ്ഷൻ ഡേക്ക് ഉണ്ടായിരുന്ന മ്യൂസിക് ബാൻഡ് വാസ് ലൈക്ക് സിംഗിങ് കവർ സോങ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. ലൈറ്റ് മ്യൂസിക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. എനിക്കറിയില്ല ടെക്നിക്കലി എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത്, ബട്ട് ഹാൻഡ് ഷെഡഡ് ഇറ്റ് സോ വെൽ. ഇനി നമ്മുടെ ഡ്രസ്സിനെ പറ്റി പറയാം. ദ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് മൈ റെഡ് ലെഹങ്ക വാസ് ലൈക്ക്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ലെഹങ്കയായിരുന്നു. ആൻഡ് ഓൾസോ കുറേ ബ്രൈഡൽ റെൻ്റൽ പേജസ് വന്നിട്ട് എൻ്റെ അടുത്ത് റെൻറ്റിന് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചു. സോറി ഗൈസ്, ഐ ഡോണ്ട് വാണ്ട് ടു റെൻറ്റ് മൈ ബ്രൈഡൽ ലെഹങ്ക ഓർ മൈ ബ്രൈഡൽ റിസപ്ഷൻ ഔട്ട്ഫിറ്റ് ഒന്നും എനിക്കിഷ്ടമില്ല. കാരണം സെമി കൺസിഡർ ഇറ്റ് വെരി പേഴ്സണൽ. സോ ആ ഒരു ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ട് ഐ വോണ്ട് ലൈക്ക് റെൻറ്റിങ് ഔട്ട് മൈ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ്. അത് ഞാൻ എവിടെ നിന്നാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. റെഡ് ലെഹങ്ക വാസ് ഫ്രം ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ. ഔട്ട്ഫിറ്റിന് പറ്റിയ ജ്വല്ലറിയും നമ്മൾ ലേഡീസ് പ്ലാനറ്റിൻ്റെ ജ്വല്ലറി സെക്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് നമ്മൾ കോട്ടക്കൽ നോവൽ ഫാഷൻ. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, കംപ്ലീറ്റ് ഷോപ്പിങ്ങും നമുക്ക് മലപ്പുറത്തു നിന്നായിരുന്നു. കോട്ടക്കൽ നോവലിൽ നിന്നും പെരിന്തൽമണ്ണ ലേഡീസ് പ്ലാനറ്റിൽ നിന്നായിരുന്നു നമ്മൾ ഔട്ട്ഫിറ്റ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു, എടുത്തു, അങ്ങനെയായിരുന്നു. നമ്മൾ അധികം തപ്പാനൊന്നും നിന്നിട്ടില്ല. രണ്ടും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തോന്നുന്നു ഫസ്റ്റ് ട്രയൽ തന്നെ രണ്ട് ഔട്ട്ഫിറ്റ്സും ഫസ്റ്റ് ട്രയൽ നോക്കിയപ്പോൾ തന്നെ ദിസ് ഇസ് മൈ ഡ്രസ് എനിക്കൊരു തോന്നലുണ്ടായി. പിന്നെ ഞാൻ പപ്പൻ്റെ അടുത്തും ചോദിച്ചു, പപ്പയ്ക്ക് ഇഷ്ടമായോ, പിന്നെ സെമിയുടെ അടുത്ത് ചോദിച്ചു ഇഷ്ടമായോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് രണ്ട് ഡ്രസ്സും എടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മുടെ റിസപ്ഷൻ ഔട്ട്ഫിറ്റിൻ്റെ ജ്വല്ലറി നമ്മൾ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കപ്പ് എന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾ ഓഫ് ദ കേരള ബ്രൈഡ്സ് ആർ ബിഹൈൻഡ് ഗോൾഡൻ കപ്പ്. അവരുടെ അടുത്തുള്ള അത്രയും കളക്ഷൻസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കോട്ടക്കൽ ഗോൾഡൻ കപ്പിലും പോയിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ ഏതൊരു ഗോൾഡൻ കപ്പിലും പോയിട്ടുണ്ടായിരുന്നു. തിരൂർ ഐഗസ്യ, അവിടെ രണ്ടിടത്തും പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കോഴിക്കോട് നിന്നാണ് എനിക്ക് കിട്ടിയത്. കോഴിക്കോട് ഗോകുലം മോളിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഇവരുടെ ഷോപ്പ് ഗോൾഡൻ കപ്പിൻ്റെ. സോ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓർണമെന്റ്സ് ഫോർ റിസപ്ഷൻ ഔട്ട്ഫിറ്റ്. പിന്നെ ഈ പ്രാവശ്യത്തെ കല്യാണത്തിന് നമ്മളെടുത്ത ഏറ്റവും മേജർ ഡിസിഷൻ, ആരും ഗോൾഡ് ഇട്ടിട്ടില്ല. ഈവൻ മൈ മദർ അവോയ്ഡഡ് ഗോൾഡ് ജ്വല്ലറി വെയറിങ് വിത്ത് ഹെർ ഔട്ട്ഫിറ്റ്സ്. കാരണം ഇപ്പം ആരും ഇങ്ങനെ ഗോൾഡ് ഇടുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാം നമ്മൾ ഒരു റെൻ്റൽ ജ്വല്ലറി ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു. ഔട്ട്ഫിറ്റ്സിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാത്തിനും എടുത്തിട്ടുണ്ടായി. ഈ ഫോട്ടോഗ്രാഫിയിൽ വന്നൊരു മെയിൻ കംപ്ലയിൻറ്റ്, എൻ്റെ ഇൻലോസിൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു മെയിൻ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ആള് ഫുഡിൻ്റെ സെഷനും അതുപോലെ തന്നെ ഗസ്റ്റിൻ്റെ കുറച്ച് സെഷൻസ് ഒന്നും കവർ ചെയ്തില്ല. ദേ വർ ലൈക്ക് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഫുഡിൻ്റെ കുറച്ച് സെഷൻസ് ഒക്കെ കവർ ചെയ്യായിരുന്നു. ലൈക്ക് ഈവൻ നിക്കാഹിൻ്റെതും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ ബൈ ഡെലീഷ്യ കാറ്റേഴ്സ്. നിക്കാഹിൻ്റെ ഫുഡ് വാസ് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചൂടോടെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഞാനും സെമിയും കഴിച്ചത്. പക്ഷെ എല്ലാം നല്ല ചൂടുണ്ടായിരുന്നു. അവരുടെ സർവീസ്, നമുക്ക് വേണ്ടതൊക്കെ അവരുടെ ആൾക്കാർ നമ്മളൊരു പൊതിഞ്ഞു നിന്ന് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുള്ള ടീമാണ്. അപ്പോൾ ഡെലീഷ്യ കാറ്റേഴ്സിൻ്റെ ഡെക്കോറും ഒക്കെ സെറ്റപ്പ് ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിസപ്ഷൻ്റെ സമയത്തും ഫുഡും അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഒന്ന് കവർ ചെയ്യണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് അതായിരുന്നു. അപ്പോൾ നമ്മുടെ നിക്കാഹിൻ്റെ ഫുഡ് ഡെലീഷ്യ കാറ്റേഴ്സും നമ്മുടെ റിസപ്ഷൻ്റെ ഫുഡ് വന്നിട്ട് ഡെലിക്കസി കാറ്റേഴ്സും ആണ് ചെയ്തിട്ടുണ്ടായി. ഡെലിക്കസി കാറ്റേഴ്സിൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ നമ്മുടെ അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ വീട്ടിൽ എൻ്റെ സൽക്കാരം വെച്ച സമയത്തും അവരെ തന്നെയാണ് ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഫാദറിൻ്റെ കസിൻ്റെ ഒരു വെഡിങ് ഉണ്ടായിരുന്നു, അവരെ തന്നെയാണ് അതും ഏൽപ്പിച്ചത്. സോ ഫുഡ് വാസ് ലൈക്ക് ഗ്രാൻഡ് ആയിരുന്നു. റിസപ്ഷൻ്റെതും അടിപൊളിയായിരുന്നു, നിക്കാഹിൻ്റെതും അടിപൊളിയായിരുന്നു. ഡെലീഷ്യ കാറ്റേഴ്സ് ആൻഡ് ഡെലിക്കസി കാറ്റേഴ്സ്. സോ ഗൈസ്, ദിസ് ഇസ് മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ റിഗാർഡിങ് ഓൾ ദി സർവീസസ് ഐ ഓപ്റ്റഡ് ഫോർ മൈ വെഡിങ്. ഇത്ര നല്ല കാര്യങ്ങളുണ്ട്, ഇത്ര കുറച്ച് മിസ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഐ ഷുഡ് സേ ഇറ്റ് ടു യു. കാരണം നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ അതേപോലെ ഏൽപ്പിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ ഒരു വെഡിങ്ങിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പപ്പ വാസ് മേജർലി കൺസേൺഡ് അബൌട്ട് ഇൻവൈറ്റിംഗ് പീപ്പിൾ, ഫുഡ്, വെന്യൂ, ആ കാര്യങ്ങളൊക്കെ. കൂടുതലും ഞാനാണ് ഇവൻറ്റും എൻ്റെ മേക്കപ്പ്, മെഹന്തി, ഔട്ട്ഫിറ്റ്, പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ, കേക്ക്, നമ്മുടെ മ്യൂസിക് ഹാളിൽ ബാൻഡ്, ഇതൊക്കെ ഏൽപ്പിച്ചത് ഞാനായിരുന്നു. ഇറ്റ് വാസ് മോസ്റ്റ്ലി മൈ ഹെഡ് ഏക്ക്, എല്ലാ കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ബ്രൈഡ്സ് ഉണ്ടാവും. അധികം പാരൻസിന് ഐഡിയ ഉണ്ടാവില്ല, നമ്മളായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ദിസ് വിൽ ബി ഹെൽപ്ഫുൾ വീഡിയോ ഐ ഗെസ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും വിമർശനങ്ങളാണെങ്കിലും ഇനിയിപ്പം നല്ലതാണെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ സെൽഫ് അല്ലേ.
So that's all about today's video. I love you all. Until then, bye bye.